ഹായ്, ഗുഡ് മോർണിംഗ്. ഏലങ്കയിലെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നു എല്ലാ ഹോട്ടലിലും ബാറാണെന്ന്. തൊട്ടടുത്തുള്ള മറ്റൊരു ഹോട്ടൽ ഇവിടെ കാണാം, അതും ബാറാണ്. ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. അതിനോട് ചേർന്ന് തന്നെ ലോഡ്ജും ഉണ്ട്. നോക്കൂ, എയർഫോഴ്സ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട് വളരെ സേഫ്റ്റിയുള്ള സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയാണത്. ആകാശത്തോടെ വിമാനങ്ങൾ പറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എപ്പോഴും. നമ്മളൊരു 2 വരി പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 വരി പാതയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. BSFിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ് നമ്മൾ കാണുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബാംഗ്ലൂർ. ആ ബോർഡിലേക്ക് നോക്കൂ. ഹൈലി സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ കഴിഞ്ഞിടത്ത് കിടന്നത്. പീരങ്കിയൊക്കെ നിൽക്കുന്നത് കണ്ടോ. ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. കവാടത്തിൽ പട്ടാളങ്ങൾ നിരന്ന് നിൽക്കുകയാണ്. അവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. അതിലൂടെ എയർഫോഴ്സ് ക്യാമ്പാണ്. എന്തായാലും ശക്തമായ പോലീസ് കാവലിലെ പട്ടാള ക്യാമ്പലിലുള്ള ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നു. യാത്രയിൽ ഇതെല്ലാം ഒരു പുതിയ അനുഭവമാണ്. ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള ഒരു ക്യാമ്പിൻ്റെ ഒരു വശത്തെ മതിലാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ട്രെയിനിങ് സെൻറ്റർ ബാംഗ്ലൂർ. അതിൻ്റെ മറ്റൊരു കവാടമാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇതിവിടെ തീരുന്നു. കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ആയിരക്കണക്കിന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതിയായ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.25 കിലോമീറ്റർ പോന്നു കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും തീരില്ല. കനത്ത സുരക്ഷാ വലയത്തിൽ ഇത് സ്ഥിതി ചെയ്യുകയാണ്. അതിൻ്റെ മതിൽക്കെട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ബാങ്ക്, ATM, എല്ലാവിധ ഫെസിലിറ്റികളും, ഹോട്ടല്, വളരെയധികം പട്ടാള ക്യാമ്പുകൾ. അതിൻ്റെ മറ്റൊരു കവാടമാണ് കാണിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ കാവൽ നിൽക്കുന്നത് കണ്ടോ. ഒരു 2 പട്ടാളക്കാർ റോഡ് സൈഡിലും ബൈക്കിൽ നിൽക്കുന്നു. മൊസാംബിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വലതുവശത്ത് മെട്രോ, ബാംഗ്ലൂർ മെട്രോ. താഴെ ഞങ്ങൾ മറ്റൊരു BOTയിലേക്ക് കയറുകയാണ്. ഇതൊരു 6 വരി പാതയാണ്. ഇപ്പോഴും ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ സൈഡ് ഇങ്ങനെ നമുക്ക് കാണാം. വീതിയേറിയ റോഡുകൾ. എത്ര കിലോമീറ്റർ അല്ലേ ഏട്ടാ? മെട്രോ ഇവിടെ ഡെവലപ്മെന്റ് അല്ലേ. ഇപ്പോഴും 2 കിലോമീറ്റർ ഞങ്ങൾ വന്നു കഴിഞ്ഞു. ഏലങ്ക എയർഫോഴ്സ് സ്റ്റേഷനാണ്. വിമാനങ്ങൾ ഇങ്ങനെ പറക്കുക. രാത്രി മുഴുവൻ ഫ്ലൈറ്റുകൾ ആകാശത്തോട് പറക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കോളൂ, ഇതിന് കിടക്കുകയാണ്. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എയർഫോഴ്സ് സ്റ്റേഷൻ. ഫ്ലൈറ്റ് ഇതേ പോകുന്നു. അയ്യോ, 2 ഫ്ലൈറ്റ് ഒന്നിച്ച്. അപ്പോൾ നോക്കി, അവിടെ കാണാൻ നോക്കി. താഴ്ന്ന് പറന്ന് കണ്ടറിന്നോ നിങ്ങൾ? 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോഴും തീർന്നിട്ടില്ല. ഭയങ്കര കൊമ്പോണ്ട് വയ്ക്ക്. തെങ്ങൊക്കെ ഉണ്ടിട്ട് അതിൻ്റെ അകത്ത് കൃഷിയെല്ലാം ഉണ്ട് അല്ലേ. പട്ടാളക്കാരൻ തോടിച്ച് നോക്കാം.
കണ്ടോ എടുക്കാൻ മതി. മുകളില് കമ്പി വലയുടെ ഉള്ളിലായിട്ട് ആകാശത്ത് തോക്ക് പിടിച്ച റോഡിലേക്ക് നിൽക്കുവാണ്. മുള്ളു വേലി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ കേട്ടോ. എത്ര കിലോമീറ്റർ ആയില്ലേ? അതായത് വളരെ സുരക്ഷിത വിമാനം ഫ്ലൈറ്റ് വരുന്നു. ഇതേ വരുന്നു 3 മിനിറ്റിനുള്ളിൽ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇതേ വരുന്നു. ആകാശത്തേക്ക് നോക്കൂ നോക്കൂ നോക്കൂ, താഴ്ന്നു പറക്കുന്നു. റാഫേൽ യുദ്ധവിമാനമാണെന്ന് തോന്നുന്നു. ഓ വാട്ട് ഐ സീൻ. ഇതല്ല ഇന്ത്യയുടെ പതാക ഉണ്ട് അല്ലേ? അത് എത്ര താഴ്ന്നാ പറഞ്ഞെന്ന് നോക്കിയേ. ഫോഴ്സ് അല്ലേ എന്തേ പറയണേ? കര, നാവിക, വ്യോമ 3 സെക്ഷനല്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ സുരക്ഷാ വലയം തീർക്കുന്നത്. ഇനിയും ഈ ക്യാമ്പിൻ്റെ മതിൽക്കെട്ടിന് നീളം നോക്കി. ഒരു കാക്കയാലോ, ഞാൻ അവിടുത്തെ ഫ്ലൈറ്റാന്ന് തോന്നുന്നു. കാക്കയാട്ടോ അടുത്തത് വരുന്നു. ആകാശത്തിൽ നോക്കൂ, ഒരു ഹെലികോപ്റ്റർ പൊങ്ങി മാറുന്നു. ഒരു ഹെലികോപ്റ്ററാണോ അടുത്തേക്ക് വരുമോ നമ്മുടെ അല്ലേ? ഇത് മറ്റൊരു ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്നു. നോക്കൂ, അവിടെ ഹെലികോപ്റ്ററും ഇവിടെ നിന്ന് ഫ്ലൈറ്റും രണ്ടും ഒന്നിച്ചെടുക്കും. അതും എടുക്കും. ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വരുന്നു, അടുത്തേക്ക് വരുന്നു. അവിടെ നിന്നൊരു എയർഫോഴ്സ് വിമാനം വരുന്നു. ലൈറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ പതാക അതിൻ്റെ സൈഡിൽ നമുക്ക് ഇവിടുന്ന് കാണാം. ഹെലികോപ്റ്റർ വന്നു, ഫ്ലൈറ്റ് വരുന്നു. എന്താണ് കാഴ്ച എന്ന് നോക്കൂ. സാജൻ പൈനാപ്പിളിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതൊരു പുതിയ കാഴ്ചയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇപ്പോഴും എയർഫോഴ്സ് ക്യാമ്പ് അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ നീളം ഏകദേശം 2-2.5 കിലോമീറ്ററായി. ഒരു സൈഡാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പോഴും കമ്പി വേലിയാൽ സുരക്ഷിതമായി ഒരു വണ്ടി പോലും പാർക്ക് ചെയ്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോഴും സുരക്ഷിതമായിട്ട് അവർക്ക് തന്നെ അവിടെ നിന്ന് കടക്കാൻ പാകത്തിനുള്ള ഫ്ലൈ ഓവർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ അകലെയുള്ള ഏലങ്ക എന്ന സ്ഥലത്ത് എത്തിയിട്ട് പോലും ബാംഗ്ലൂർ സിറ്റിയിലെ ആ അലയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഓഫീസും ക്യാമ്പും അതിൻ്റെ അങ്ങേ സൈഡിലാണ്. ഒരാളും പയ്യെ പോകില്ല കേട്ടോ. നമ്മുടെ വണ്ടി തന്നെ ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകണം. ഇതിനൊക്കെ 100-110 കിലോമീറ്റർ സ്പീഡിൽ പായുവാണ്. ഒരു പാറ അരിഞ്ഞു വെച്ചോണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ പ്രകൃതിയെ ചൂഷണം ചെയ്തു. ജലസ്രോതസ് വറ്റി. പിന്നെ വേറെ എന്നാ പറഞ്ഞ ആഗോള താപനത്തിൽ വർധന ഉണ്ടാകും ആ പാറ പൊട്ടിച്ച. ഈ പറയുന്ന സമരം ചെയ്യുന്നവൻ്റെ വീടിൻ്റെ മുറ്റം മൊത്തം ടൈൽസും സിമെൻറ്റും മതിലുമായിരിക്കും. അവൻ്റെ ആകപ്പാടെയുള്ള ഒരു പാടം മുഴുവൻ നികത്തി അവനവിടെ വീടും വെച്ച് ടൈലും വെച്ചിട്ടായിരിക്കും ഈ ആഗോള താപനത്തിൻ്റെ പാറ പൊട്ടിക്കലിനെതിരെ പോണത്. അത് എന്നാ പാറയത്? അരിയോഹര കൊതുകുണ്ടാവുന്ന പറഞ്ഞ് പൊട്ടക്കുളമൊക്കെ ഉണ്ടെങ്കിൽ നികത്ത് വയ്ക്കും. എന്നിട്ട് അവൻ എന്തൊരു ചൂടെന്നും പറയും. മരം വെട്ടാൻ പറ്റില്ല. അതായത് ചാരായം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ചാരായം കുടിച്ചിട്ട്
മദ്യനിരോധനത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന പോലെ. അത് ശിക്കാർ അതെന്നെ അവിടെ ആറ് വരിപ്പാത ആയപ്പോഴത്തേക്കുണ്ടല്ലോ എത്ര നിരയിലെ വണ്ടികളാണെന്നൊക്കെ എത്ര സ്പീഡിലാണ് പോകണം നോക്കിയില്ലേ. വേറൊരു മൈൻഡാണ്. ഞാൻ ആ മൂവാറ്റുപുഴ എറണാകുളത്തിന് പോണ അവസ്ഥ ഞാൻ ആലോചിക്കാറുണ്ട്. എൻ്റെ ദൈവമേ, നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ കടന്നാൽ പോലും കൊച്ചി മധുര ദേശീയപാത ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ആ സ്ഥാനത്ത് എത്ര വണ്ടികളാണ് നോക്കി ഓവർടേക്ക് ചെയ്യണം അല്ലേ. ഇത് അത്ര വലിയ ഇതൊന്നും അല്ല, highway അല്ല. ഇത് ഏറ്റവും ചെറിയ ഹൈവേ ഇത്, അവിടെ പോലും അല്ലേ. തിരക്കില്ലാത്ത ഒരു സൈഡ് റോഡിൽ കൂടെ പോകുന്നത്. നമ്മുടെ കൊച്ചി മെട്രോയുടെ നീളം ഏതാണ്ട് ഒരു 50 മീറ്റർ കൂടുതലില്ലെങ്കിൽ ഇവിടുത്തെ കൊച്ചി മെട്രോയുടെ തീവണ്ടിയുടെ നീളം ഏതാണ്ട് ഒരു 150 മീറ്റർ കൂടുതലുണ്ട്. ആ എന്നെ പോയത് അങ്ങനെ. അവിടെ ബോഗി കുറവും ഇവിടെ ബോഗി കൂടുതലും അല്ലേ. നമ്മുടെ അത്രയ്ക്കുള്ള ആൾക്കാരുടെ നമുക്ക് അതും കൂടി എടുത്ത് നമ്മുടെ ഇതൊക്കെ ലാഭത്തിൽ പോകുന്നതാണ് കൊച്ചി സഹോദരനെ കാണിക്കാമായിരുന്നു. നഷ്ടത്തിലാണ്. അത് കൊച്ചി മെട്രോയുടെ 3 ഇരട്ടി നീളമുണ്ട് കേട്ടോ ഇവിടുത്തെ മെട്രോയ്ക്ക്. ശ്രദ്ധിച്ചാർന്നില്ല അത്? നിങ്ങൾ ആരും ശ്രദ്ധിച്ചാർന്നോ? ഞാൻ ആലോചിച്ചു ഇത്ര നീളം എന്നാന്ന്. നമ്മുടെ ആണെങ്കിൽ ആ പടം 2-3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണ്. പ്രതീക്ഷയോടെ പക്ഷേ അത് ഭയങ്കര നഷ്ടം. അയ്യ എന്തിനാണ് ബീബ്രേക്ക് നഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് കൂടുതലാണ്. അങ്ങ് അതിലൊരു ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് വായിച്ച ശേഷം നമുക്ക് അവിടെ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം 15 മിനിറ്റ് കൂടുതൽ വേണ്ടത്. എന്താണ് എഴുതിയേക്കണേ? കന്നഡയിലാണ് എഴുതിയേക്കണേ. എന്തായാലും അത് മലയാളത്തിലാവുന്നവരൊന്ന് സ്ലോ ചെയ്യാൻ നമുക്ക് കേട്ടോ. മലയാളത്തിൽ ആവില്ല, ഇംഗ്ലീഷാണ്. സോറി, ഇംഗ്ലീഷ് മതി, ഹിന്ദിയിലും മതി. യു ആർ ഓൺ ദ മോസ്റ്റ് കൺവീനിയൻറ്റ് റോഡ് ടു ദ എയർപോർട്ട്. കീപ് ഗോയിങ്. ഹൈവേ വെഹിക്കിൾ ബ്രേക്ക് ഡൗൺ. വി ഗോ ടു കവേഡ്. അതാണ് പറയുന്നത് അല്ലേ. ഓ അതാണല്ലേ കാര്യം. അപ്പോൾ തന്നെയൊക്കെ ആരാടോ ഈ പോസ്റ്റിൽ നിയമിച്ചെന്ന്? ശേഖരേട്ടൻ അദ്ദേഹത്തിലല്ലേ കേട്ടോ അത്. അയ്യോ പുള്ളി ആ ജുബയും കീറി ഒരു ചുവന്ന ജുബയും ഒരു മറ്റേ ഡയറിയും പിടിച്ച് കുറെ മണ്ണ് മുഴുവൻ മേത്തേക്ക് വാരിയിട്ടിട്ട് അവിടെ കിടന്ന് പടിഞ്ഞിട്ട് ഒരു കുറച്ചേരം സമ്പാദിച്ചിട്ടില്ലേ. അതെ നമ്മുടെ പിള്ളേരൊക്കെ പോയിട്ടുണ്ടെന്ന്. മെട്രോ എല്ലായിടത്തും മുറിച്ച് വെച്ചേക്കുവാണല്ലോ. ഇതങ്ങ് കൂടിച്ചേരില്ല. അതോ അടന്നടന്ന് കീപ്പോട്ട് അടിയാണോ? അല്ല, Mostly furniture. ഇതൊക്കെ ഇത് അടന്നടന്ന് കീപ്പോട്ട് പോകുന്നതിനാണോ? അപ്പൂന് മറ്റേ അളിയൻ കഴിഞ്ഞ ഞങ്ങൾ വരാൻ 10,000 രൂപ ട്രെയിനിന് വരാൻ പോകും. ആ അപ്പൂനും അപ്പോൾ ആ പൈസ പോക്കറ്റിലുണ്ട് ട്രെയിനിന് ഒന്നാണ്. അപ്പൂ അന്നേരം 10,000 രൂപ 2 പേർക്ക് 4 8 രൂപ അങ്ങോട്ട് കഴിക്കാറ് 10 രൂപ ഉണ്ട്. നിങ്ങൾ രണ്ടുകൂടെ നാട് തരും എത്ര അന്ന് ബസ്സിന് വണ്ടി കുറവായിരുന്നു, പൈസ കുറവായിരുന്നു. 2,800 വെച്ച് വരാൻ. അപ്പം എങ്ങനെയുണ്ട്? നമുക്ക് ഒരു സിംഗിൾ ചായ കുടിക്കുന്നവരെ ഈ യാത്രയുടെ വിവരണങ്ങൾ നിർത്തിവെക്കാം അല്ലേ. ഇല്ല കേട്ടോ താൽക്കാലികമായി സ്റ്റോപ്പ് കേട്ടോ. എന്നാ ഓഫ് ചെയ്തോ മോളെ.